അല്ലെങ്കിൽ സമരം ചെയ്യുന്നവരെല്ലാം തീവ്രവാദികളാണ്. മുസ്ലിം പേരുള്ള ആൾ സമരം നടത്തി അയാൾ പാകിസ്ഥാന്റെ ഫണ്ട് വാങ്ങിയെന്ന് പറയും. ഇത്തരം കാലങ്ങളായി ഇവർ പൊട്ടിക്കുന്ന ഈ വെടികളെല്ലാം എല്ലാം ചീറ്റിപ്പോയ വെറും വെള്ളം ഉള്ള തോക്കുകളായി മാറി എന്നുള്ളതാണ് എനിക്ക് രസമായി തോന്നിയൊരു മുദ്രാവാക്യം. തീവ്രവാദി നിന്റെ തന്ത, പിന്നെ അടുത്ത് വർഗീയവാദി നിന്റെ മറ്റു തന്ത മാറുന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇവർ വലിയൊരു മുദ്രാവാക്യം ഉണ്ട്. അതോടുകൂടി ഇവർക്ക് ഈ ഡയലോഗുകളൊന്നും വലിക്കാതെ ഈ സെലിബ്രിറ്റികളായ മനുഷ്യര് രാഷ്ട്രീയത്തെ ഏറ്റെടുക്കേണ്ട ഒരു അവസ്ഥയിലേക്ക് അവർ വരികയാണ്. അതിന് തുടക്കം കൊടുത്തത് തീർച്ചയായും വേടൻ തന്നെ ആയിരിക്കണം. അംബേദ്കറെ ഐക്കണായിട്ട് ഉയർത്തുന്നു വേടൻ, അയ്യങ്കാളി ഉയർത്തുന്നു. അത്തരത്തിൽ ആ അർത്ഥത്തിൽ നോക്കുമ്പോൾ കേരളത്തിലും ഇന്ത്യയിലും മൊത്തത്തിൽ ജൻസികളുടെ ഒരു ഐക്കണായിട്ട് അയ്യങ്കാളി മാറുന്നു, ശ്രീനാരായണ ഗുരു മാറുന്നു, അംബേദ്കർ മാറുന്നു എന്നുള്ളതൊക്കെ തന്നെ ഈ നമ്മൾ അടങ്ങുന്ന ഒരു ഇപ്പോഴും 50-60 വയസ്സൊക്കെ ഉള്ള മനുഷ്യന്മാരടങ്ങുന്നവർ അവരുടെ 20 വയസ്സിലോ അല്ലെങ്കിൽ 30 വയസ്സിലോ 40 വയസ്സിലൊക്കെയാണ് ഈ അയ്യങ്കാളി അംബേദ്കർ എന്നൊക്കെ പറയാൻ ധൈര്യപ്പെട്ടത്. ഈ കുട്ടികൾ 16 വയസ്സിലും 18 വയസ്സിലും ഇത് പറയാൻ കഴിഞ്ഞു എന്നുള്ളത് ഇന്ത്യയുടെ ഒരു ജനാധിപത്യത്തിന്റെ തന്നെ വലിയൊരു തുടർച്ച ഉണ്ടാക്കും. രാഹുൽ ഗാന്ധിയുടെ ഇടപെടലുകൾ എന്ന് ഞാൻ വിചാരിക്കുന്നുണ്ട്. വലിയ കാര്യമായിപ്പോയത്. കാരണം അത് ഒരിക്കലും സമരത്തിലേക്ക് രംഗത്ത് വരരുത്, വന്നാൽ ശരിയാവില്ല. നമ്മൾ പറഞ്ഞ പോലെ ഇപ്പം തുടക്കത്തിൽ നമ്മൾ പറഞ്ഞില്ല, അത് ശരിയല്ല. മാർക്സിസ്റ്റ് പാർട്ടിയോ കോൺഗ്രസോ നേരെ ആ സമരത്തിലേക്ക് വരുവാണെങ്കിൽ സമരം ഒരിക്കലും ഇങ്ങനെ ആവില്ലായിരുന്നു. അവരുടെ ഇതാണ് പറഞ്ഞത്, ഒരിക്കലും ഭരണകൂടത്തിന് ഒരു പ്രതിസന്ധി ഉണ്ടാക്കില്ല, പ്രതിപക്ഷത്തിന്റെ സമരമാണെന്ന് മനസ്സിലാക്കി. മറിച്ച് ഏറ്റവും ശാസ്ത്രീയമായിട്ട് ഇടപെട്ടത് കോൺഗ്രസ് ഈ രാഹുൽ ഗാന്ധിയുടെ ഇടപെടലുകളാണ്. പ്രത്യേകിച്ച് അതൊരു വലിയ സംഭവമാക്കി മാറ്റി. പ്രത്യേകിച്ച് പോലീസ് നടപടികൾക്ക് ശേഷമാണ്. അതാണ് ഏറ്റവും വലിയ വിജയമായത്. രോഹിത് വെമുല മൂവ്മെന്റ് ആയി കഴിഞ്ഞാലും CAA സമരം, പിന്നെ കർഷക സമരം, ഈ സമയത്തൊക്കെ പലപ്പോഴും ജൻസികളെടുത്ത നിലപാടുകൾ ഇമാതിരിയുള്ള ഒരു യാഥാർത്ഥ്യബോധം ഉൾക്കൊള്ളുന്നതാണെന്ന് പറയാൻ പറ്റില്ല. പലപ്പോഴും അവർ ഈ സംഘപരിവാർ അനുകൂലമായ രീതിയിൽ സംവരണ വിഷയവുമായിട്ട് ബന്ധപ്പെട്ടൊക്കെ എടുത്ത നിലപാട് അങ്ങനെയാണ്. വിശേഷിച്ച് ABVP ഒക്കെ കലാശാലകളിലൊക്കെ ഉണ്ടാക്കിയിട്ടാണ് നേട്ടമൊക്കെ അങ്ങനെയാണ് ഉണ്ടായത്. അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ജൻസികളുടെ ചിന്തയിൽ ഒരു വലിയ മാറ്റം വന്നു എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നു. ഇപ്പോൾ ഈ ബാബുരാജ് സൂചിപ്പിച്ച ഈ സംഭാഷണത്തിൽ മനസ്സിലാവുന്നതാണ്. അങ്ങനൊരു മാറ്റം വരുന്നതിൽ സാമൂഹിക ഇന്ത്യയിലെ യാഥാർത്ഥ്യവും ലോക സാഹചര്യങ്ങളിലും മാറ്റം വരികയും അത് അവർ ഉൾക്കൊള്ളുകയും ചെയ്തതിൻ്റെ ഫലമായിട്ടാണ് ഈ ഒരു സമരം മറ്റ് എല്ലാ സമരങ്ങളിൽ നിന്ന് വ്യത്യസ്തമായിട്ട് കുറേ കൂടി രാഷ്ട്രീയമായി തീർന്നത് എന്ന് വിലയിരുത്താം. തീർച്ചയായിട്ടും ഈ പ്രത്യേകിച്ച് മോദി ഗവൺമെന്റുകൾ വന്നപ്പോൾ അന്നത്തെ യുവജനങ്ങളും ജൻസി വിഭാഗത്തിൽപ്പെട്ടതും പുറത്തുള്ള യുവാക്കളൊക്കെ ഭയങ്കര ആഹ്ലാദത്തിലാണെന്നൊരു ബോധം നമ്മളിൽ എത്തിയിരുന്നു. പക്ഷെ അത് കാലക്രമേണ അവർ വളരെ പെട്ടെന്ന് ഈ കാര്യങ്ങൾ പിടികിട്ടുന്ന മനുഷ്യരാണ്. അക്ഷയത്തിനല്ലെന്ന് അവർക്ക് മനസ്സിലായി. അത് ഒരിക്കലും അന്നത്തെ ഉണ്ടായ, അതായത് അതുവരെ ഉണ്ടായ ഗവൺമെന്റുകളിൽ നിന്ന് എന്തൊക്കെ സംഭവിക്കുന്നു എന്നൊരു തോന്നൽ അവർക്കുണ്ട്. പക്ഷെ അത് ഒട്ടും മാറിയില്ല എന്ന് ഈ ജൻസികൾ മനസ്സിലാക്കി. രണ്ടാമത്തെ കാര്യം, അതിൻ്റെ കണ്ടിന്യൂഷൻ അല്ലാത്തൊരു കാര്യം പറയാം. ഞാൻ ഈ സമരാനന്തരം ഉണ്ടായ ചില ആഹ്ലാദ പ്രകടനങ്ങളെ, സാധാരണ ഉണ്ടാകുന്ന ആഹ്ലാദ പ്രകടനങ്ങൾ മുദ്രാവാക്യം വിളിക്കലോ പടക്കം പൊട്ടിക്കലോ തുള്ളലൊക്കെ, ഇത് വളരെ പ്ലാൻഡ് ആയ കുറെ നൃത്തങ്ങൾ. അതെനിക്ക് ഭയങ്കര അത്ഭുതമായിട്ട് മനോഹരമായ നൃത്തങ്ങളുടെ റീലുകൾ ഇങ്ങനെ വരികയാണ്. അതായത് ഒരു സമരം എത്രത്തോളം ക്രിയാത്മകമാക്കാൻ പറ്റും എന്നുള്ളതിന്റെ ഒരു സർഗാത്മകമാകുന്നു. അത് നേരത്തെ നമ്മൾ കുട്ടിലിട്ടി സമരം പോലുള്ള സമരങ്ങളിലാണ് കേരളത്തിൽ കണ്ടത്. അല്ലെങ്കിൽ ഓരോ നമ്മൾ പ്രത്യേകിച്ച് കീഴാള വിഭാഗത്തിൽ നിന്നുണ്ടായ സമരങ്ങളിൽ നിന്നൊക്കെയാണ് ആ ഒരു സർഗാത്മകത ഉണ്ടായത്. ഇതിനും അത്ര ഒരു സർഗാത്മകതയുണ്ട്. സർഗാത്മകതയിൽ മാത്രമല്ല, പ്രത്യേകിച്ച് ഈ കലാരംഗത്ത് നിന്നുള്ള മനുഷ്യന്മാർ പൊതുവെ ഇവരെല്ലാം ഭയങ്കര കരിയറിസ്റ്റുകളാണല്ലോ. ഭയങ്കരമായിട്ട് ഞാൻ ഈ സമരത്തിൽ വർത്താനം പറഞ്ഞാൽ എൻ്റെ കരിയറിനെ എങ്ങനെ ബാധിക്കും എന്നോർത്തിന് മിണ്ടാതിരിക്കുന്ന ഒരു വലിയൊരു ഗ്രൂപ്പ്. ശരിക്കും നമ്മുടെ മുതിർന്ന കലാകാരന്മാർ മിക്കവരും അങ്ങനെയൊക്കെ തന്നെയാണ്. മിണ്ടാൻ നിർബന്ധിക്കപ്പെടുകയാണ്. സാധാരണ ഇവരെല്ലാം അരാഷ്ട്രീയവാദികളായ ആൾക്കാരാണ്. പലപ്പോഴും സിനിമാ പ്രവർത്തകരൊക്കെ മിക്കവാറും നമ്മൾ നോക്കിയാൽ അറിയാം അന്ധവിശ്വാസികളാണ്. അവരുടെ കയ്യിൽ കാലുള്ള കെട്ടുകൾ മാത്രം പരിശോധിച്ചാൽ മതി. അല്ലെങ്കിൽ സിനിമയ്ക്ക് മുമ്പ് ഒരു ഭയങ്കര മന്ത്രവാദ പൂജയൊക്കെ തന്ന ആളാണ്. അപ്പൊ അതൊക്കെ വെച്ച് നോക്കുമ്പോൾ ഈ പുതിയ സിനിമാ പ്രവർത്തകരെന്നൊക്കെ പറയുന്നത് ഒരു പുതിയൊരു തലമുറയാണ്. അവർ ഈ സമരത്തോട് ഐക്യപ്പെടാൻ വേണ്ടി അവർ നടത്തുന്ന ഒരു സർഗാത്മകത സത്യത്തിൽ വലിയ പ്രതീക്ഷയാണ്. കാരണം ഇവരുടെ ഈ ഒളിച്ചോട്ടം മാറുകയും ഇത്തരം കാര്യങ്ങളിൽ നിന്ന് മുഖം തിരിഞ്ഞു നിൽക്കുന്ന മനുഷ്യന്മാർക്കൊന്നും മുഖമില്ലാതാവുകയും ചെയ്യുന്നു എന്നുള്ളൊരു ഈ സമരത്തിൽ കണ്ടൊരു കാര്യമാണ്. അപ്പോൾ അത്തരത്തിൽ ഒരു
ഈ സെലിബ്രിറ്റികളായ മനുഷ്യർ രാഷ്ട്രീയത്തെ ഏറ്റെടുക്കേണ്ട ഒരു അവസ്ഥയിലേക്ക് അവർ വരികയാണ്. അതിന് തുടക്കം കൊടുത്തത് തീർച്ചയായും വേടൻ തന്നെ ആയിരിക്കണം. അംബേദ്കറെ ഐക്കണായിട്ട് ഉയർത്തുന്നു വേടൻ, അയ്യങ്കാളി ഉയർത്തുന്നു. അത്തരത്തിൽ ആ അർത്ഥത്തിൽ നോക്കുമ്പോൾ കേരളത്തിലും ഇന്ത്യയിലും മൊത്തത്തിൽ ജൻസികളുടെ ഒരു ഐക്കണായിട്ട് അയ്യങ്കാളി മാറുന്നു, ശ്രീനാരായണ ഗുരു മാറുന്നു, അംബേദ്കർ മാറുന്നു എന്നുള്ളതൊക്കെ തന്നെ ഈ നമ്മൾ അടങ്ങുന്ന ഒരു ഇപ്പോഴും 50-60 വയസ്സൊക്കെ ഉള്ള മനുഷ്യന്മാരടങ്ങുന്നവർ അവരുടെ 20 വയസ്സിലോ അല്ലെങ്കിൽ 30 വയസ്സിലോ 40 വയസ്സിലൊക്കെയാണ് ഈ അയ്യങ്കാളി അംബേദ്കറൊക്കെ പറയാൻ ധൈര്യപ്പെട്ടത്. ഈ കുട്ടികൾ 16 വയസ്സിലും 18 വയസ്സിലും ഇത് പറയാൻ കഴിഞ്ഞു എന്നുള്ളത് ഇന്ത്യയുടെ ഒരു ജനാധിപത്യത്തിൻ്റെ തന്നെ വലിയൊരു തുടർച്ച ഉണ്ടാക്കും. ഇതിപ്പോൾ ചില സംഘപരിവാർ പ്രൊഫൈൽ പ്രത്യേകിച്ച് മറുനാടൻ പോലുള്ള ആൾക്കാർക്ക് ഞങ്ങളുടെ മോദിച്ചേട്ടൻ വിട്ടുകൊടുത്താണെന്ന മട്ടിലാണ് അവരുടെ പല വീഡിയോ കണ്ടത്. രാജിവെച്ചതിന് ശേഷവും അഡ്വക്കേറ്റ് ജയശങ്കരൊക്കെ തന്നെ ആ സമരത്തെ കുറിച്ച് ആദ്യം പറഞ്ഞ വാചകങ്ങൾ ഇപ്പോഴും ഒരാൾ വന്നപ്പോൾ ഒന്നും സംഭവിക്കാൻ പോണില്ല എന്നൊക്കെ പറഞ്ഞു. പക്ഷേ ഇത്തരം സംഭവവികാസങ്ങൾക്ക് ഇത്തരം ഡയലോഗ് അടിച്ച് നടക്കുന്ന മനുഷ്യന്മാർക്കെല്ലാം വലിയ തിരിച്ചടി ആയിക്കൊണ്ട് ജൻസികൾ പുതിയ രാഷ്ട്രീയം ഉണ്ടാക്കി. വേറൊരു കാര്യം, ഈ വനിതാ സംഘടന, യുവജന സംഘടന, വിദ്യാർത്ഥി സംഘടന എന്നൊക്കെ പറയുന്നത് വൃദ്ധന്മാരുടെ രാഷ്ട്രീയ പ്രസ്ഥാനത്തിന് അനക്സാണ്. അതായത് ഇവരെന്ത് ചെയ്യണം തീരുമാനിക്കുന്നത് മോളിൽ നിന്നാണ്. ഇത് മറിച്ച് യുവജനങ്ങൾ തന്നെ തീരുമാനിക്കുകയാണ് എങ്ങനെയായിരിക്കണം സമരം. ഇപ്പോൾ ഒരു വൃദ്ധന്മാർ നടത്തുന്ന സംഘടനയുടെ യുവജന സംഘടനയുടെ വിജയമാണ് നടന്നതെങ്കിൽ ആ നൃത്തം കളിക്കാൻ അവർ സമ്മതിക്കില്ല. അവരത് വിലക്കുമായിരിക്കും. തീർച്ചയായിട്ടും ഞാൻ FB-യിലിട്ടൊരു പോസ്റ്റ് എന്ന് പറഞ്ഞപ്പോൾ എയ്ഡഡ് നിയമനങ്ങളിൽ സംവരണമല്ല എയ്ഡഡ് മേഖലയുടെ നിയമനം PSCക്ക് വിടണമെന്നൊരു ആവശ്യം എല്ലാ സംഘടനകളും പറയുന്നുണ്ട്. പക്ഷേ എന്തുകൊണ്ട് അത് ഒരു വിദ്യാർത്ഥി സംഘടനകൾക്കോ യുവജന സംഘടനകൾക്കോ കേരളത്തിൽ ഏറ്റെടുക്കാൻ കഴിയില്ല എന്നുള്ളത് ഇവരെല്ലാം ഈ വാർദ്ധക്യം ബാധിച്ച രാഷ്ട്രീയ നേതൃത്വങ്ങളുടെ കുട്ടിക്കൊരങ്ങന്മാരായിട്ട് നിൽക്കുന്നു. അപ്പോൾ കുട്ടിക്കൊരങ്ങന്മാരല്ലാത്തൊരു സമൂഹം ജൻസികളുടെ പേരിൽ കോക്രോച്ച് ജനതാ പാർട്ടി വന്നു. അത് തീർച്ചയായിട്ടും ഇന്ത്യയെ നവീകരിക്കും എന്നുള്ളതിലേക്ക് നമുക്ക് യാതൊരു സംശയവും. കേരളത്തിൽ എനിക്ക് തോന്നുന്നു കേരളത്തിലാണെന്ന് തോന്നുന്നു ഇതിന് വലിയ രീതിയിലുള്ള സപ്പോർട്ട് കിട്ടാതിരുന്നൊരു സംസ്ഥാനം തോന്നുന്നു. അന്ന് കേരളത്തിലാണെങ്കിൽ BJP ഇതര ഭരണമാണ് നാളുകളായിട്ട് നിൽക്കുന്നത്. ഈ രണ്ടു കൂട്ടരും BJP സർക്കാരിനും ഹിന്ദുത്വ സർക്കാരിനും എതിരായ ആൾക്കാരാണ്. കോൺഗ്രസ് ആയി കഴിഞ്ഞാലും UDF ആയി കഴിഞ്ഞാലും LDF ആയി കഴിഞ്ഞാലും ഇവരവിടെ കേന്ദ്രത്തിൽ ഡൽഹിയിലൊക്കെ പോയി സമരത്തിലൊക്കെ പങ്കെടുക്കുന്നുണ്ട്. പക്ഷെ ഇവിടെ അതിനെ സപ്പോർട്ട് ചെയ്തൊരു വലിയ സമരം നടത്താനായിട്ടോ ഒരു റാലി നടത്താൻ പോലും ഈ പ്രസ്ഥാനങ്ങൾ കാര്യമായി തയ്യാറായില്ല. ചെറിയ ചെറിയ ഗ്രൂപ്പുകളാണ് ഇവിടെയും സമരങ്ങളും ഐക്യദാർഢ്യങ്ങളും ഒക്കെ നടത്തിയായിട്ട് കാണുന്നത്. അത് ശ്രദ്ധിച്ചിട്ടുണ്ടാവും. വാസ്തവത്തിൽ ഈ ഹിന്ദുത്വ ഭരണകൂടം ഇല്ലാതായി അല്ലെങ്കിൽ അതിനെതിരായി നടക്കുന്ന വമ്പിച്ച ഒരു ജനകീയ പ്രക്ഷോഭത്തിന് പിന്തുണയ്ക്കേണ്ട ബാധ്യതയുള്ള ഒരു സമൂഹം എന്ന രീതിയിൽ കേരളം അതിന് മുൻപന്തിൽ നിൽക്കേണ്ടതായിരുന്നു മറ്റു പല സംസ്ഥാനങ്ങൾ വേണ്ടി. പക്ഷെ അങ്ങനെ ഒരു മുൻപന്തിൽ നിൽക്കുന്നതായിട്ട് കാണുന്നില്ല. ഇപ്പൊ ഈ വാസു പറഞ്ഞ ഒരു വിഷയം അതിനകത്തുണ്ട്. ഈ യുവാക്കള് പലപ്പോഴും ഈ പറഞ്ഞ ഈ അനക്സായിട്ട് പ്രവർത്തിക്കുന്നത് ഒരു ഘടകം തന്നെയാണ്. അല്ല, അത് ഈ രോഹിത് വെമുല അവിടെ ആത്മാഹുതി നടത്തിയ സമയത്ത് ഇന്ത്യയിലും ഡൽഹിയിലും ഹൈദരാബാദിലും ഒക്കെ വൻ പ്രക്ഷോഭം നടന്നപ്പോ കേരളത്തിലൊരു ക്യാമ്പസിലും SFIയും KCAB ഒക്കെ ഉള്ള ഭയങ്കര വൈബ്രന്റ് ആണെന്ന് പറയുന്ന കേരളത്തിലെ ഒരു സർവകലാശാല ക്യാമ്പസിൽ പോലും ഒരു അനക്കം പോലും ഉണ്ടായില്ല. അതൊരു വേറെ സിയുടെ കാലത്തൊന്നും തന്നെ ആയിരുന്നില്ല. ഒരു അനക്കം ഉണ്ടായിരുന്നില്ല. യൂണിവേഴ്സിറ്റികളൊന്നും അനങ്ങിയില്ല. അനങ്ങിയത് മുഴുവനും മുസ്ലിം യുവജന സംഘടനകളും വിദ്യാർത്ഥി സംഘടനകളും മാത്രമാണ് നമ്മുടെ അനങ്ങിയത്. മുത്തങ്ങയിൽ വെടിവെപ്പ് ഉണ്ടായപ്പോ അത് തന്നെ മുത്തങ്ങയിൽ വെടിവെപ്പുണ്ടപ്പോ വേണമെങ്കിൽ ഇവിടുത്തെ ഏറ്റവും വലിയ വൈബ്രന്റ് വിദ്യാർത്ഥി സംഘടന SFI ആണല്ലോ. മുത്തങ്ങയിൽ വെടിവെപ്പ് ഉണ്ടായപ്പോ ഞാനന്ന് കേരള യൂണിവേഴ്സിറ്റിയിലെ വിദ്യാർത്ഥിയാണ്. ഒരു വിദ്യാർത്ഥി പ്രസ്ഥാനം സമരം നടത്തിയില്ലെന്ന് മാത്രമല്ല, സമരം നടത്തുന്നവരെ നടത്തരുതെന്ന് പറഞ്ഞ തരത്തിലുള്ള എന്തൊക്കെയോ ബാധിച്ചിട്ടുണ്ട്. അല്ല, അത് കേരളത്തിന്റെ പൊതുസമൂഹത്തിന്റെ പൊതുബോധ ആ സമയത്ത് മുഴുവൻ മുത്തങ്ങ സമരക്കാർക്ക് എതിരായിരുന്നു. ആ രീതിയിലായിരുന്നു മീഡിയ പ്രചാരണങ്ങൾ മുഴുവൻ നടക്കുന്ന ആ സമയത്തായിരുന്നു. പിന്നീട് അവസാനം ഈ സിനിമ വന്നപ്പോഴാണ് ആളുകൾ വേറെ രീതിയിൽ ചിന്തിക്കുന്നത്. അതുവരെയും അവർ ആ രീതിയിൽ ഈ CK ജാനുവിനും ഗീതാനന്ദനും ഒക്കെ എതിരായ ഒരു പൊതുബോധമാണ് കേരളത്തിൽ. കൂട്ടിച്ചേർത്ത് പറയാതെ കാര്യം, ഇവിടെ എന്ത് സമരം നടന്നാലും ഇപ്പൊ ആദിവാസികൾ സമരത്തെ ഫണ്ടിങ് ആണെന്ന് പറഞ്ഞു. ഈ സമരത്തിനെതിരെ ഇപ്പൊ ഈ പറഞ്ഞല്ലോ ഫണ്ടിങ് ആന്ന് പറഞ്ഞു. അല്ലെങ്കിൽ സമരം ചെയ്യുന്നവരെല്ലാം തീവ്രവാദികളാണ്. മുസ്ലിം പേരുള്ള ആൾ സമരം നടത്തിക്കാൻ പാകിസ്ഥാന്റെ ഫണ്ട് വാങ്ങിയെന്ന് പറയും. ഈ ഇത്തരം കാലങ്ങളായി ഇവർ പൊട്ടിക്കുന്ന ഈ വെടികളെല്ലാം എല്ലാം ചീറ്റിപ്പോയ വെറും വെള്ളം ഉള്ള തോക്കുകളായി മാറി എന്നുള്ളതാണ്
എനിക്ക് രസമായ തോന്നിയൊരു മുദ്രാവാക്യം, തീവ്രവാദി നിന്റെ തന്ത, പിന്നെ അടുത്ത് വർഗീയവാദി നിന്റെ മറ്റു തന്തമാർ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇവരുടെ വലിയൊരു മുദ്രാവാക്യം ഉണ്ട്. അതോടുകൂടി ഇവർക്ക് ഈ ഡയലോഗുകളൊന്നും വലിക്കാതെ ഇവരുടെ. പക്ഷേ എങ്കിലും വേറൊരു കാര്യം ശ്രദ്ധിച്ചെന്ന് വെച്ചാൽ മുസ്ലിങ്ങൾ പൊതുവില് കാരണം ഇന്ത്യയിലെ ഹിന്ദുത്വ ഭരണകൂടത്തിനെതിരായി ഏറ്റവും ശക്തമായിട്ട് നിൽക്കുന്ന ഒരു കമ്മ്യൂണിറ്റി എന്ന രീതിയിൽ ഏറ്റവും പ്രധാന കമ്മ്യൂണിറ്റിയാണ് മുസ്ലിങ്ങൾ. അതിൽ യാതൊരു സംശയമില്ല. അവരുടെ രാഷ്ട്രീയ കക്ഷികളായാലും സംഘടനകളായാലും. പക്ഷെ അവർ ഈ സമരത്തിൽ ഒരു സൂക്ഷ്മത പുലർത്തി, അല്ലെങ്കിൽ സൂക്ഷ്മത പുലർത്താൻ നിർബന്ധിതമായി എന്നുള്ള സാമൂഹിക സാഹചര്യമുണ്ട്. തീർച്ചയായിട്ടും അല്ലെ? അല്ല, കാരണം എന്ന് വെച്ചാൽ അവരുടെ ഒരു പങ്കാളിത്തം ഇല്ലാതെ തന്നെ ഇതൊരു ജിഹാദികളുടെ ഫണ്ടിങ് ആണെങ്കിൽ ജിഹാദി പിന്തുണയുണ്ടെന്നൊക്കെ പറഞ്ഞ് ആരോപിക്കുന്നവരാണ് സംഘപരിവാർ പ്രൊഫൈലുകൾ എല്ലാവരും തന്നെ. പക്ഷെ അവരതുകൊണ്ട് തന്നെ ആയിരിക്കാം ബോധപൂർവം തന്നെ അതിനകത്തേക്ക് ഒരു പ്രത്യക്ഷ പങ്കാളിത്തത്തിൽ നിന്ന് മാറി നിന്നാണ് എനിക്ക് തോന്നുന്നത്. ഒരു ഗതികേട് കൂടിയാണ് അഭിജിത്ത് പറഞ്ഞ ഏറ്റവും രസകരമായ കാര്യം, എന്റെ പേരൊരു മുസ്ലിം പേരായിരുന്നു. പറയുന്നുണ്ട്. അല്ല, ആ രാഷ്ട്രീയവർക്ക് എത്ര കൃത്യമായി ആ കുട്ടികൾക്ക് മനസ്സിലാവുന്നത്. എന്റെ ഒരു പേരും ഒരു മുസ്ലിം പേരായിരുന്നു, ഞാൻ പണ്ടേ പാകിസ്ഥാനി എന്നോ അല്ലെങ്കിൽ ജിഹാദി എന്നോ ഒരു അകത്താവുമായിരുന്നു. അപ്പൊ ആ അർത്ഥത്തിൽ മാത്രമല്ല, ഹിന്ദു മുസ്ലിം വിഭജനത്തിന്റെ കാലം കഴിഞ്ഞു എന്ന് കൂടി അദ്ദേഹം സൂചിപ്പിക്കുന്നുണ്ട്. അപ്പൊ അതിന്റെ ആ ഒരു തിരിച്ചറിവുള്ള ഒരു നേതൃത്വമാണ്, അല്ലെങ്കിൽ ഒരു തിരിച്ചറിവുള്ള ഒരു യുവാവാണ് അദ്ദേഹവും. അല്ലെ, അതിന്റെ കൂടെ നിൽക്കുന്ന ആളുകൾ എന്നുള്ളതാണ്. അദ്ദേഹത്തിന്റെ കൂടെ നിൽക്കുന്ന സൗരവ് എന്നൊക്കെ പറഞ്ഞ ആള് വാസ്തവത്തിൽ വയറ് പോലെയുള്ള മാഗസിനിലൊക്കെ എഴുതുന്ന ഒരു പത്രപ്രവർത്തകനാണ്. അപ്പൊ എന്തായാലും വ്യത്യസ്തമായ രീതിയിൽ ഈ വിശേഷിച്ച് ഈ മോദിയുടെ നേതൃത്വത്തിലുള്ള ഹിന്ദുത്വ ഈ ഭരണകൂടത്തിനെതിരെ ഉള്ള നിലപാടെടുക്കുന്ന ഒരു രാഷ്ട്രീയ സമീപനം എന്തായാലും നമുക്കിത് ഈ സമരത്തിൽ കാണാൻ കഴിഞ്ഞു എന്നുള്ളത് ഒരു സത്യമാണ്. അത് തീർച്ചയായിട്ടും നീറ്റിനെതിരെയുള്ള ഒരു സമരം മാത്രമല്ല, അതൊരു ചെറിയൊരു എല്ലാവരും പറയുന്ന പോലെ അതൊരു സാമ്പിൾ വെടിക്കെട്ടാണ്. തീർച്ചയായും പുതിയ തലമുറ അനുഭവിക്കുന്ന എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരം ഉണ്ടാവുന്ന തരത്തിലേക്ക് രാജ്യത്ത് ജനാധിപത്യവൽക്കരിക്കാനുള്ള അല്ലെങ്കിൽ ഈ ഹെയ്റ്റ് ക്യാമ്പയിനൊക്കെ എതിരെയുള്ള പ്രക്ഷോഭമായിട്ട് തന്നെ CJP എന്ന് പറയുന്ന പ്രസ്ഥാനത്തിന് മാറാൻ കഴിയുമെന്നുള്ളത് യാതൊരു സംശയമില്ല. ഇപ്പോൾ KKV പറഞ്ഞ പോലെ അതൊരു രൂപകമാണ്. ഇപ്പോൾ ഈ പുല്ല് എന്ന് നിങ്ങൾ എന്നെ വിളിക്കരുതെന്നൊരു കവിതയുണ്ട്. കാരണം നിങ്ങൾ എത്ര പറിച്ചെറിഞ്ഞാലും എത്ര തീയിട്ടാലും വീണ്ടും അടുത്ത മഴയിൽ ഞാൻ മുളച്ചു വരും എന്ന് പറയുന്ന പോലെ ഈ പാറ്റ എന്ന് നിങ്ങൾ വെറുതെ എന്നെ വിളിക്കരുത്. പാറ്റയെ ഇല്ലാതാക്കാൻ നിങ്ങൾക്ക് എത്ര ഹിറ്റ് അടിച്ചാലും സാധ്യമല്ല. എത്ര ഹിറ്റ് അടിച്ചാലും യുദ്ധം കഴിഞ്ഞാൽ പോലും ഉണ്ടാകുന്ന. അപ്പൊ അത് വല്ലാത്തൊരു രൂപകം തന്നെയാണ്. നിങ്ങൾ മാറ്റി നിർത്തി അല്ലെങ്കിൽ മാറ്റിയിട്ട കല്ലിൽ മൂലക്കല്ലായി മാറുന്ന എന്ന് പറയുന്ന പോലെ ഒഴിവാക്കപ്പെടുന്ന ഒരു ജീവി ഒരു രാഷ്ട്രീയത്തിന്റെ കേന്ദ്രസ്ഥാനത്ത് വരുന്നു എന്നുള്ളത് തന്നെ വലിയ നല്ലൊരു സൂചനയാണ്. സോഷ്യൽ മീഡിയ അത് സൂചിപ്പിച്ച പോലെ സോഷ്യൽ മീഡിയ ഇത്രയും കാരണം അത് ജൻസികളായതുകൊണ്ട് തന്നെയാണ് ഇത്രയും രസകരമായി ഉപയോഗിച്ചുള്ള വേറൊരു സമരവും ഉണ്ടായിട്ടില്ലെന്ന് തോന്നുന്നു. ഇത്രയധികം ട്രോളുകൾ പാതിരാത്രി അദ്ദേഹത്തിന്റെ വീഡിയോക്കെതിരായി വന്ന ട്രോളുകളൊക്കെ തന്നെ എത്ര ഗംഭീര ട്രോളുകളാണ് ഈ കോഴിപ്പിള്ളേർ ഉണ്ടാക്കിയിരിക്കണമെന്ന് അത്ഭുതത്തോടാണ് നോക്കി കാണുന്നതാണ്. അത് തന്നെ, അതായത് മാത്രമല്ല അവിടെ ഇന്റർനെറ്റ് ഉൾപ്പെടെയുള്ള എല്ലാ സേവനങ്ങളും നിരോധിച്ചിട്ട് പോലും അവരതിന് പുതിയ മാർഗം കണ്ടെത്തുകയും പുതിയ രീതിയിൽ കമ്മ്യൂണിക്കേഷൻ നടത്തുകയും വമ്പിച്ച രീതി മാത്രമല്ല ഇത്രയും ആളുകൾ ഈ ഭക്ഷണപ്പൊതികളൊക്കെ എവിടെ നിന്ന് വരുന്നു എന്ന് അറിയുന്നില്ലതാണ്. ആ രീതിയിൽ ഭക്ഷണപ്പൊതികളും ഡോക്ടർമാരുടെ സേവനം കേരളത്തിൽ തന്നെ എത്രയോ ഡോക്ടർമാർ ഉൾപ്പെട്ട ആളുകളൊക്കെ പോയി സേവനം നടത്തുന്ന രീതിയിലേക്ക് വമ്പിച്ച രീതിയിൽ മാറ്റാൻ കഴിഞ്ഞത് ഇവരുടെ നേതൃത്വം തന്നെയാണ്. ഇവരുടെ സോഷ്യൽ മീഡിയ ഇടപെടുന്നു. സോഷ്യൽ മീഡിയ കൊണ്ട് തന്നെയാണല്ല ഈ BJP എന്നുള്ള പ്രസ്ഥാനം തന്നെ ഉണ്ടായത്. അപ്പൊ സോഷ്യൽ മീഡിയ എന്ന് പറഞ്ഞൊരു സംഗതി വാസ്തവത്തിൽ ഇന്ത്യയുടെ രാഷ്ട്രീയത്തെ മാറ്റി തീർക്കുന്ന ഒരു ഘടകമായി മാറി എന്നുള്ളതാണ് ഈ സമരത്തിൽ നിന്ന് മനസ്സിലാക്കാവുന്ന വേറൊരു കാര്യം എന്നുള്ളത്. അതോടൊപ്പം തന്നെ പലരും ചൂണ്ടിക്കാണിച്ചുള്ള കാര്യം എന്ന് പറഞ്ഞാണ് ഈ പറഞ്ഞ വാസ്തു ചൂണ്ടിക്കാണിച്ച പോലെ തന്നെ പുതിയ തലമുറയിൽപ്പെട്ട ആളുകൾ, അതായത് സെലിബ്രിറ്റികളുടെ മക്കളെന്ന് പറയുന്ന ആളുകൾ പോലും മാറി ചിന്തിക്കുന്ന രീതി അല്ലെങ്കിൽ വ്യത്യസ്തമായി ചിന്തിക്കുന്ന രീതിയിലേക്കുള്ള ഒരു മാറ്റം ഉണ്ടാക്കുന്നതിനും ഈ സമരത്തിന് കഴിഞ്ഞു എന്നുള്ളതാണ്. മറ്റൊരിക്കൽ പോലും അത് കഴിഞ്ഞിട്ടില്ല, സമീപകാലത്ത് കഴിഞ്ഞിട്ടില്ല. അതൊരു അത്ഭുതം തന്നെയായിട്ടാണ് ഞാൻ കാണുന്നത്. വിസ്മയ മോഹൻലാൽ കുറിപ്പ് ഭയങ്കരമായിട്ടുള്ള സൈബർ ആക്രമണം നേരിടുകയുണ്ടായി. ഇപ്പൊ ഏറ്റവും അവസാനം കണ്ട ഒരു സൈബർ ആക്രമണം എന്ന് പറയുന്നത് അവരുടെ സിനിമക്ക് നമ്മൾ പോകരുത്, ബോയ്ക്കോട്ടിടണം എന്ന രീതിയിലാണ്. അത് അവർ വിചാരിച്ച ആൾക്കാരില്ല. കാരണം ഈ സിനിമകൾ കാണുന്നത് ഈ പറയുന്ന ആചാര സംരക്ഷകരൊന്നും അല്ല, ഈ സാധാരണ മനുഷ്യരുടെ സിനിമ കാണുന്നത്. അതുകൊണ്ട് അവർ ആഹ്വാനം ചെയ്യാനൊന്നും ഒരു സിനിമയും പരാജയപ്പെടുന്നില്ല എന്നുള്ളതാണ്. സിനിമ അത്രക്ക് മോശമാകണം, അല്ലെങ്കിൽ അല്ലാത്ത രീതിയിൽ അത് പരാജയപ്പെട്ടു പോകുന്ന സാഹചര്യമൊന്നുമില്ല. എങ്ങനെയാണ് നമുക്ക് ഇതിൻ്റെ ഒരു ഭാവി അതിനെ കുറിച്ച് നമുക്ക് സങ്കല്പിക്കാവുന്ന ഒരു കാര്യം? ഈ സമരവും അല്ലെങ്കിൽ ഈ നേതൃത്വവും ഈ കേരളത്തിൽ അല്ല ഇന്ത്യയുടെ രാഷ്ട്രീയ ഭൂപടം മാറ്റി വരക്കാൻ കഴിയുന്ന രീതിയിലേക്ക് വികസിക്കും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാമോ? ഇതിനെ ഒരെണ്ണത്തിന്റെ കാര്യമായിട്ട് നമ്മൾ ഭാവിയെ പറ്റി പ്രത്യേകിച്ച് പ്രവചിക്കാനാവുന്നതിനും കഴിയില്ല. മറിച്ച് പ്രത്യാശ നിർഭരമാണെന്നാണ് എനിക്ക് പറയാം. പ്രത്യാശയുണ്ട്. കാരണം അതൊന്ന്
കഴിഞ്ഞ കാലഘട്ടങ്ങളിലുള്ള യൂത്ത് മൂവ്മെൻറ്റുകൾ ലോകത്തെ എവിടെ നടന്നിട്ടും പാരീസ് കമ്മ്യൂൺ എന്ന് പറയുന്നതാണ് ലോകത്തിൽ വളരെ വർഷങ്ങളോളം നമ്മൾ ഇപ്പോഴും ഉൾക്കൊള്ളുന്ന ഒരു വലിയ മൂവ്മെൻറ്റ് പാരീസ് കമ്മ്യൂൺ. പിന്നെ നക്സൽ ബാരി ഇന്ത്യയിൽ ഇത് ന്യൂജൻ ആണ് രണ്ടും. ഈ രണ്ടും ഒരു പൂർണ്ണമായിട്ട് ഏറെക്കുറെ ഹിംസയെ അത് യാഥാർത്ഥ്യമായിട്ട് കണ്ടിരുന്നു. ഭരണകൂടം എന്ന് പറയുന്ന ഒരു മർദ്ദക വ്യവസ്ഥയാകുമ്പോൾ അതിനെതിരെ ഹിംസയെ സായുധമായി നേരിടുക എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റുണ്ട്. അതനുസരിച്ച് ആയിരക്കണക്കിന് യൂത്താണ് ഇറങ്ങി ചെല്ലുകയും പക്ഷെ അത് ലോകത്തെവിടെയും വളരെയധികം തകർക്കപ്പെട്ടെങ്കിൽ പുതിയ കാലഘട്ടത്തിൻ്റെ ഉൾപ്പെടുത്തി അത് 60-ൽ തന്നെ ഇതേ കാലഘട്ടത്തിൽ, അതായത് 1960-കളിൽ ഹിംസാത്മകമായ വ്യവസ്ഥകളോട്, ഭരണകൂടം പോലുള്ള ഹിംസാത്മകമായ വ്യവസ്ഥകളോട് ഡയലോഗിൻ്റെയും ഒക്കെ രീതിയിൽ, അതേപോലെ തന്നെ ഇപ്പം നമ്മൾ പറഞ്ഞില്ല ഒരുപാട് ഇപ്പം കുട്ടികൾ മെമിക്രി, തമാശകൾ, മീംസ്, ട്രോൾസ്, ഇങ്ങനെ പറയുന്ന ഒരു പുതിയ രീതി. യുദ്ധവിരുദ്ധ പ്രസ്ഥാനം ഒരിക്കലും ഹിംസയായിരുന്നില്ല. ഹിംസയ്ക്ക് പകരം പുതിയൊരു ഹിംസ പറയായിരുന്നില്ല. പുതിയൊരു വ്യവസ്ഥയെ വല്ലാതെ അലോസരപ്പെടുത്തിയ അതാണ് സത്യം. യുദ്ധവിരുദ്ധ പ്രസ്ഥാനങ്ങളൊക്കെയാണ് സാമ്രാജ്യത്വത്തെ പുറകോട്ടടിപ്പിച്ചത്. അങ്ങനെയുള്ള ഒരു പുതിയ പ്രസ്ഥാനമാണ് കേട്ടോ ഹിംസ നിറഞ്ഞ ഒരു യാഥാർത്ഥ്യത്തിൽ പ്രതിഹിംസയ്ക്ക് പകരം പുതിയൊരു പാരസ്പര്യമാണ് സമൂഹത്തിലേക്ക് കൊണ്ടുവരുന്ന ഒരു കാഴ്ചപ്പാട് ഇതിലൂടെ രൂപപ്പെടുന്നുണ്ട്. അത് ഇന്ത്യയുടെ അകത്തുള്ളതാണ്. അതുകൊണ്ടാണ് ഞാൻ ഡോക്ടർ അംബേദ്കറെ പറ്റിയൊക്കെ നമ്മൾ പറയുന്ന പോലെ ഗാന്ധിയും അംബേദ്കറൊക്കെ വരുന്ന അവരുടെ നിശ്ചയമായിട്ട് ഹിംസയെ അതിജീവിക്കാത്ത ചിന്തകരായിരുന്നു അവരൊക്കെ, സമൂഹ വ്യക്തിത്വങ്ങളായിരുന്നു. അതൊരു കാര്യം. പിന്നെ അതേപോലെ ഇന്ത്യയിലെ ഈ സാമൂഹ്യ മാറ്റങ്ങളിൽ നിർണായകമായ പ്രാധാന്യമുള്ള രണ്ട് പ്രസ്ഥാനങ്ങളാണ്. ഒന്ന് ആദ്മി പാർട്ടി, അതെത്ര നമ്മൾ ഒരുപാട് വിമർശനങ്ങളുണ്ട്, ആത്മാമി. രണ്ടാമത്തത് BSP, കാൻഷറാം. അവരൊക്കെ ഉണ്ടാക്കിയ പുതിയ ഇമാജിനേഷൻ ഉണ്ട്. ജനാധിപത്യത്തിൽ എങ്ങനെ നമ്മൾ ഇടപെടാൻ കഴിയുക, ഹിംസയില്ലാതെ എങ്ങനെ ഇടപെടും, സമൂഹത്തെ എങ്ങനെ പരിഷ്കരിക്കാനായിട്ട് ഭരണകൂട വ്യവസ്ഥ എങ്ങനെ ഉപയോഗിക്കാമെന്ന് പറയുന്നതിന് സാധ്യതകൾ തുറന്നിട്ട പ്രസ്ഥാനങ്ങളാണ് ഇവയൊക്കെ. ഇത്തരം പ്രസ്ഥാനങ്ങളൊക്കെ ഉണ്ടാക്കിയ അനുഭവങ്ങളൊക്കെ കൂടി ഒരു പുതിയ മുന്നേറ്റമാണിത്. അതുകൊണ്ട് തന്നെ ഇത് ദൂരവ്യാപകമായ രീതിയിൽ നമ്മൾ സൂക്ഷ്മമായി പഠിച്ച് സമൂഹം അതിൽ നിന്ന് എടുക്കേണ്ടതാണ്. ഒരു തിയറി അത് മുന്നോട്ട് വെക്കുന്നുണ്ട്. അവർ പറയുന്ന പോലെ വെറും ബാഹ്യമായ കാര്യമല്ല, അതായത് നമുക്കിവിടെ ചിന്തയ്ക്കൊക്കെ അപ്പുറമല്ല, ഇന്നത്തെ സാമൂഹ്യ ചിന്തയ്ക്ക് ഉള്ള ഒരു മുന്നേറ്റം അവ ഉൾക്കൊള്ളുന്ന രീതിയിലാണ് ഇപ്പോൾ പോകുന്നത്. അതുകൊണ്ട് തന്നെ ഭാവി ഒരു പ്രത്യാശ നിർഭരമാക്കാൻ ഇതുപോലത്തെ മുന്നേറ്റങ്ങൾ കഴിയുന്നുണ്ട്. പക്ഷെ അതിനർത്ഥം നമ്മളിവരാണ് എന്ന് പറഞ്ഞ നമ്മുടെ ഒരു കുറ്റബോധം മുഴുവൻ അടിച്ചേൽപ്പിക്കുന്ന ഒരുതരം പ്രായച്ചിത്തം പോലെ കണക്കാക്കാതെ ഒരു സാമൂഹ്യ യാഥാർത്ഥ്യം ഉൾക്കൊള്ളുന്ന ഒരു പുതിയ സമര ശക്തിയായിട്ട് കാണണം എന്നാണ് എൻ്റെ അഭിപ്രായം. തീർച്ചയായിട്ടും പൊതുവെ ഇത്തരം മൂവ്മെന്റുകളെ ഇനി ഭരണകൂടമാവാം അല്ലെങ്കിൽ ഇപ്പോൾ ആരാണോ എതിർപക്ഷത്ത് നിൽക്കുന്നവരെല്ലാം അതിനെങ്ങനെ ഭിന്നിപ്പിക്കാം, എങ്ങനെ കൂടുന്നത്, രണ്ട് തരത്തിലാണ് ഇത് നടക്കുക. ഇപ്പോൾ കേരളത്തിൽ ഇന്ത്യയിലുണ്ടായി വന്ന പ്രത്യേകിച്ച് കീഴ്ത്തട്ടിൽ നിന്നുണ്ടായ മുഴുവൻ മൂവ്മെൻറ്റുകളെയും, അതിപ്പോൾ കനയ്യകുമാറാവാം അല്ലെങ്കിൽ രോസുമലയുടെ അന്ന് ഈ ഹൈദരാബാദ് യൂണിവേഴ്സിറ്റിയിൽ പിന്നീട് ഒരു വർഷം ഈ പറഞ്ഞ സംഘടനയ്ക്ക് നിൽക്കാൻ പറ്റി. പിന്നീട് അതിൻ്റെ മുകളിൽ ഈ പരമ്പരാഗത സംഘടനകൾ കയറി അതിനെല്ലാം നശിപ്പിക്കുന്ന നമ്മൾ കാണുന്നുണ്ട്. എല്ലാ തരത്തിലും അടിത്തട്ടിൽ നിന്നുണ്ടായി വരുന്ന ഈ ഭരണകൂടത്തിന് പരമ്പരാഗത ഭരണകൂടങ്ങൾക്കെതിരെ ഉണ്ടാകുന്ന എല്ലാത്തിനെയും ഭിന്നിപ്പിച്ചുകൊണ്ടോ അല്ലെങ്കിൽ അനാവശ്യമായ പ്രചാരണം നടത്തിക്കൊണ്ടോ തീസിസിന് തന്നെ ആൻറ്റി തീസിസ് ആക്കുന്ന തരത്തിലുള്ള, അത് ചുമര സമരമാണെങ്കിൽ പോലും തീസിസിന് തന്നെ ആൻറ്റി തീസിസ് ആക്കിക്കൊണ്ട് തകർത്ത് കളയുന്ന ഒരു നിലപാട് കൂടി ഇതിന്റെ മുകളിൽ വരും. തീർച്ചയായിട്ടും ഇവരെല്ലാം ഭയങ്കര കുഴപ്പക്കാരാണെന്ന് വേണമെങ്കിൽ പറയുന്ന തരത്തിലുള്ള ആരോപണങ്ങൾ വരാം. അങ്ങനെ തകർക്കാനുള്ള എല്ലാ സാധ്യതകളും നമ്മൾ പ്രതീക്ഷിക്കണം. എനിക്ക് തോന്നുന്നത് പക്ഷേ ഈ ലോകത്തെ കൃത്യമായി പഠിച്ച ഒരാളാണ് അതായത് മാസ് സൈക്കോളജി സംബന്ധിച്ച് വളരെ ഗഹനമായ ധാരണയുള്ള ഒരാളാണ് അഭിജിത് ദിപ്കെ. അതുകൊണ്ട് അദ്ദേഹത്തിന് ഇതിന് കരുതിയിരിക്കാൻ കഴിയും. അതുകൊണ്ട് തന്നെ ഈ മൂവ്മെന്റ് തീർച്ചയായും ഇന്ത്യയുടെ ഇപ്പോഴുള്ള പ്രശ്നങ്ങളെ മറികടന്നുകൊണ്ട് പുതിയ തലമുറയ്ക്ക് പുതിയ വെളിച്ചവും പുതിയ രാഷ്ട്രീയവും പക്ഷെ പുതിയ ഭരണകൂടം തന്നെ ഉണ്ടാവുന്ന അവസ്ഥയിലേക്ക് മാറുമെന്നാണ് നമ്മളുടെ എല്ലാം പ്രതീക്ഷ. മറ്റൊരു കാര്യം, നീറ്റ് എന്ന് പറഞ്ഞാൽ എല്ലാവരും ഉൾപ്പെടുന്ന കാര്യമാണ്. ഇതിലിപ്പോൾ ഉണ്ടായിക്കൊണ്ട് ഞാൻ ചെറിയ പിളർപ്പുകൾ ശ്രദ്ധിച്ചു. ഇതിൽ തന്നെ റിസർവേഷൻ പോളിസി സംബന്ധിച്ച്
ഒരു പിളർപ്പുകൾ പതുക്കെ രൂപം കൊണ്ട് തുടങ്ങിയിട്ടുണ്ട്. ഉറപ്പായിട്ടും വരും. ഒരു റിസർവേഷൻ എന്ന് പറഞ്ഞാൽ ഇന്ത്യയുടെ കുതിപ്പിനെ കുറയ്ക്കുമെന്ന അർത്ഥത്തിൽ അതിനുള്ളിൽ നിന്നൊരു സംസാരം വന്നിട്ടുണ്ട്. ഇത് മനഃപൂർവ്വം നിർമ്മിക്കുന്ന ഒരു സാധനമാണ്. റിസർവേഷൻ തട്ടി ഒരു പക്ഷേ ഇത് പിളരാനുള്ള സാധ്യതയും കൂടി തീർച്ചയായിട്ടും നമ്മൾ നോക്കിയിരിക്കേണ്ട അക്കാര്യത്തിലെല്ലാം തീർച്ചയായും ജാഗ്രത പുലർത്തേണ്ട ഒരു കാര്യമാണ്. പിന്നാക്കക്കാരോടും ദളിതരോടും അടുക്കുന്ന അഭിജാത കമ്മ്യൂണിറ്റികളിലെ കുട്ടികളെ ഓടിച്ചു കളയാൻ അവർ ഈ റിസർവേഷൻ ഉപയോഗിക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നു, ഞാൻ പേടിക്കുന്നു. നല്ലൊരു അപകട സാധ്യത ഉണ്ട് തീർച്ചയായിട്ടും. പിന്നെ വേറൊരു കാര്യം ഈ പറഞ്ഞ പോലെ അതുണ്ടാവും, അത് ഇന്ത്യയുടെ ഒരു യാഥാർത്ഥ്യമാണ്. കാരണം മേധാവിത്വ വിഭാഗങ്ങളുമായിട്ട് ഏറ്റുമുട്ടുമ്പോൾ മേധാവിത്വ വിഭാഗങ്ങളുടെ ഏറ്റവും വലിയ താല്പര്യമാണ് റിസർവേഷനെതിരെ നിൽക്കുക, അല്ലെങ്കിൽ ഒരു സാർവദേശീയത്വം പറഞ്ഞു കിട്ടും നമ്മുടെ മൈനർ സ്റ്റാറ്റസുകളെ ഇല്ലാതാക്കുക, അല്ലേ? മൈനോറിറ്റി എന്ന് പറയുന്നതാണ് അവർക്ക് പ്രശ്നം. മൈനോറിറ്റി എന്ന് പറഞ്ഞാൽ ഞാൻ ഉദ്ദേശിക്കുന്ന ന്യൂനപക്ഷ അർത്ഥം മാത്രമല്ല, എല്ലാ മൈനോറിറ്റി കൺസെപ്റ്റുകളോടും എതിർക്കുക എന്ന് പറയുന്നതിന് വേണ്ടി അവരൊരു മിത്തിക്കലായിട്ടുള്ള ഒരു വളരെ അപ്രായോഗികമായ ഒരു സാമൂഹ്യ യാഥാർത്ഥ്യം വലുത് മറ്റാണ് വലുതെന്ന് പറഞ്ഞിട്ടില്ല. നിങ്ങൾക്ക് ഭൂരിപക്ഷം ഭയങ്കരമായ നിങ്ങൾ മനുഷ്യരായിരിക്കണം, സാർവദേശീയതയെ പറ്റിയോ സാർവദേശീയതയെ പറ്റിയോ ഒരു കൺസെപ്റ്റിലൂടെ ഇത് പൊളിക്കുക എന്ന് പറയുന്നതിൽ ഉണ്ടാവും. അതാണ് അതിൻ്റെ ശത്രുതയുടെ രൂപം. രണ്ടാമത്തെ കാര്യം, ഭരണകൂടമർദ്ദനങ്ങളും ഉണ്ടാവും. അതാണ് കാരണം ഇതിലെ ഒരു ഉയർന്ന വിഭാഗമായ ആൾക്കാരോട് ചിലപ്പം വിട്ടുവീഴ്ച ചെയ്യില്ല. ഇതിലെ താഴ്ന്ന ഇപ്പം അഭിജിത്ത് അടക്കമുള്ളവരൊക്കെ വളരെ താഴ്ന്ന തട്ടിൽ നിന്ന് വന്നവരും താഴ്ന്ന ജീവിതമുള്ളവരും താഴ്ന്ന രീതിയിലുള്ള മനുഷ്യരാണ്. അതായത് സമൂഹ പരിവർത്തനം ആഗ്രഹിക്കുന്നവരാണ്. അല്ലാതെ വെറും അധികാര വാസന മാത്രമല്ല, സമൂഹം പരിവർത്തനപ്പെടുന്ന രാഷ്ട്രീയത്തിൽ തന്നെ പ്രതികരിക്കുന്ന വിഭാഗത്തോട് ശക്തമായ പ്രതികാരം ഭരണകൂടം എടുക്കാൻ സാധ്യതയുണ്ട്. ഇപ്പം യൂറോപ്പിൽ ഈ പലസ്തീൻ അനുകൂലമായി പ്രവർത്തിച്ചിരുന്ന കാമ്പസുകളിൽ ആയിരക്കണക്കിന് വിദ്യാർത്ഥികൾ ഒരു ഘട്ടത്തിൽ സമരരംഗത്ത് വന്നിരുന്നു. പക്ഷെ അവരെ അവിടെ നിന്ന് പുറന്തള്ളാനും അവർക്കെതിരെ വളരെ ശക്തമായ സാമൂഹ്യ മർദ്ദനങ്ങളും സർവൈലൻസും നടക്കുന്നുണ്ട്. നമ്മൾ അറിയാത്തതുകൊണ്ടാണ്. ഉദാഹരണം പറയുവാണെങ്കിൽ അവിടെ ഇപ്പം പഠിക്കുന്ന ഒരു വിദ്യാർത്ഥി, ഏഷ്യക്കാരനായ ഒരു വിദ്യാർത്ഥി യൂറോപ്പിലോട് സർവകലാശാലയിലൂടെ ഒരു പാർശ്വ വിരുദ്ധ സമരത്തിൽ അനുകൂലമായ ഒരു സമരത്തിൽ പങ്കെടുക്കുകയാണെങ്കിൽ അയാൾ താമസിക്കുന്ന സ്ഥലത്ത് അസാധ്യമാക്കുക, ഗൈഡ് പ്രശ്നമാകുക, സ്ഥാപനത്തിൽ നിന്നുള്ള ഒരുപാട് അങ്ങനെ വളരെ ഗൗരവമായിട്ട് അവർ സമരങ്ങളിൽ ഇറങ്ങിച്ചെല്ലുവാണെങ്കിൽ പ്രതികാരം ചെയ്യുന്നൊരു വലിയ രീതി അവിടെ നിലനിൽക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ആ സമരങ്ങളെല്ലാവരും ശിഥിലമാക്കി കളഞ്ഞു. വലിയ ശക്തമായ പ്രതിരോധമുണ്ട്. മാത്രമല്ല പലപ്പോഴും സമര രംഗത്ത് വരുന്നവർ പോലും ഈ കുടിയേറ്റ ജനതകളാണ്. കുടിയേറ്റക്കാരായ ഏഷ്യൻ ആഫ്രിക്കൻ പ്രദേശങ്ങളിൽ നിന്നാണ്, പ്രത്യേകിച്ച് അറബ് വംശജരൊക്കെയാണല്ലോ. അപ്പോൾ അവർക്കെതിരെയുള്ള പ്രതികാരം പോലെ തന്നെ ഇവിടെയും ഈ യൂത്തിനോട് പലരോടും ശക്തമായ പ്രതികാര നിർവഹണം കേന്ദ്ര ഗവൺമെൻറ്റും വിവിധ ഇവർ ഈ BJP ഭരിക്കുന്ന സംസ്ഥാന സർക്കാരുകൾ എടുക്കാൻ സാധ്യതയുണ്ട്. അല്ല, അതിപ്പോ ഉത്തർപ്രദേശില് ഈ ഭക്ഷണം എത്തിച്ച മുസ്ലിം കുടുംബങ്ങളെ പ്രത്യേകം തെരഞ്ഞെടുപ്പിച്ച് അന്വേഷണം നടക്കുന്നു. ഇനി ഒരു പക്ഷേ ഈ കേസിൽ ഈ പരിപാടി പങ്കെടുത്ത നമ്മളീ പറഞ്ഞ സോക്കോൾഡ് പ്രൊഫൈലുകളൊക്കെ വിട്ടാലും മുസ്ലിം കുടുംബങ്ങൾക്കെതിരെ കേസ് സെപ്പറേറ്റ് തെരഞ്ഞെടുത്ത് നമ്മൾ ഈ സെലിബ്രിറ്റീസ് രംഗത്ത് വരുമ്പോഴത്തേന് ഇതിന് കിട്ടുന്ന ഒരു രസമുണ്ട്, അല്ലെങ്കിൽ അതിനൊരു ഇത് കിട്ടുമ്പോൾ തന്നെ സെലിബ്രിറ്റീസിനെ തേടി വരില്ല. മാത്രമല്ല ഈ കേരളത്തിൽ പറയുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ അവർ പറയുന്നത് ഞങ്ങളുടെ BJP അനുകൂലിക്കുമ്പോൾ ഞങ്ങളുടെ സാധ്യത പൊയ്ക്കോട്ടെ, പോവില്ല, അവർക്ക് കിട്ടുകയുള്ളൂ. കേരളത്തിൽ BJP തള്ളി പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് സെലിബ്രിറ്റീസിനാ പോകുന്ന വലിയ ആളായ മോഹൻലാൽ ഇപ്പം വളരെ വലിയ ആളായി മാറി. പലരും വിചാരിച്ചത് BJP ആയിട്ട് പുള്ളിക്ക് ഒരു അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടെന്ന് വിചാരിച്ചാൽ അതല്ലാന്ന് തെളിഞ്ഞു കഴിഞ്ഞപ്പോൾ തന്നെ പുള്ളിക്ക് കിട്ടിയൊരു പൊതു സ്വീകാര്യതയുണ്ട്. അതുകൊണ്ട് സെലിബ്രിറ്റീസിന്റെ ഒരു നിലപാട് വെച്ചല്ല ഇന്നത്തെ യുവത്തിലുള്ള ഭരണകൂടം പ്രയോഗിക്കാൻ പോകുന്നത്. ഭരണകൂടം ശരിക്കും ലോകമലയോട് കാണിച്ച അതേ പ്രതികാര ബുദ്ധിയും അതിനുശേഷം അവിടെ കാണിച്ച അവിടുത്തെ വിദ്യാർത്ഥി സമൂഹത്തോട് കാണിച്ച അതേപോലെ ഇതിനെതിരെ മറ്റേ പൗരത്വ നിയമത്തിനെതിരെ ഒക്കെ നടത്തിയ പ്രതികാര നിർവഹണത്തിന് തുല്യമായ രണ്ടാമത്തെ കാര്യം വലിയ കാര്യം തന്നെയാണ് രാഹുൽ ഗാന്ധിയുടെ ഇടപെടലുകൾ എന്ന് ഞാൻ വിചാരിക്കുന്നുണ്ട്.
വലിയ കാര്യമായിപ്പോയത്. കാരണം അത് ഒരിക്കലും ആ സമരത്തിലേക്ക് രംഗത്ത് വരരുത്, വന്നാൽ ശരിയാവില്ല. നമ്മൾ പറഞ്ഞ പോലെ ഇപ്പം തുടക്കത്തിൽ നമ്മൾ പറഞ്ഞില്ല, അത് ശരിയല്ല. മാർക്സിസ്റ്റ് പാർട്ടിയോ കോൺഗ്രസോ നേരെ ആ സമരത്തിലേക്ക് വരുവാണെങ്കിൽ സമരം ഒരിക്കലും ഇങ്ങനെ ആവില്ലായിരുന്നു. അവരുടെ ഇതാണ് പറഞ്ഞത്, ഒരിക്കലും ഭരണകൂടത്തിന് ഒരു പ്രതിസന്ധി ഉണ്ടാക്കില്ല, പ്രതിപക്ഷത്തിൻ്റെ സമരമാണെന്ന് മനസ്സിലാക്കി. മറിച്ച് ഏറ്റവും ശാസ്ത്രീയമായിട്ട് ഇടപെട്ടത് കോൺഗ്രസ്, ഈ രാഹുൽ ഗാന്ധി ഇടപെടലുകളാണ്. പ്രത്യേകിച്ച് അതൊരു വലിയ സംഭവമാക്കി മാറ്റി. ആ പ്രത്യേകിച്ച് പോലീസ് നടപടികൾക്ക് ശേഷമാണ്. അതാണ് ഏറ്റവും വലിയ വിജയമായത്. അതുകൊണ്ട് തന്നെ ഈ പോലീസ് നടപടി ഈ പറഞ്ഞ യൂറോപ്പിലൊക്കെ നടന്ന പോലെ തന്നെ രഹസ്യമായിട്ട് ഇവരെ പീഡിപ്പിക്കുകയല്ലാതെ വലിയ ലാർജ് സ്കെയിലിൽ നടക്കുന്ന, അതായത് ഓപ്പണായിട്ട് നടക്കാൻ ബുദ്ധിമുട്ടാണ്. വേറൊരു വിധത്തിലായിരിക്കും നടക്കുന്നത്, സർവൈലൻസിൻ്റെ സ്വഭാവത്തിലായിരിക്കും.